ഈ ഇന്ത്യൻ മ്യൂസിയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയതും വലിപ്പമേറിയതുമാണ്. കൂടാതെ തന്നെ ലോകത്തിലെ 9 പഴയ മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഈ ഇന്ത്യൻ മ്യൂസിയം. കൂടാതെ ഇവിടെ കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമം നമുക്ക് കറക്റ്റായി ഇവർ കാണിച്ചു തരുന്നുണ്ട്. കൂടാതെ 6 സെക്ഷനിൽ 35 ഗാലറിയിലായിട്ടാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 4000 കൊല്ലം പഴക്കമുള്ള ഈജിപ്ഷ്യൻ മമ്മികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊൽക്കത്തയിലെ ഇന്ത്യൻ മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലാണ്. ഒരു ടിക്കറ്റിന് അഡൽറ്റിന് 50 രൂപയാണ് വില. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള വലിയ ബാഗുകളും അതോ മറ്റു ഹെൽമെറ്റുകളോ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഉള്ളിൽ കയറ്റാൻ സമ്മതിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി തന്നെ തൊട്ട് സൈഡിലായിട്ട് ഒരു ക്ലോക്ക് റൂമുണ്ട്. ആ ക്ലോക്ക് റൂമിലാണ് നമ്മൾ വലിയ ബാഗുകളും മറ്റ് ഹെൽമെറ്റുകളോ മറ്റുള്ള സാധനങ്ങളോ നമ്മൾ വെക്കുക. ഈ സ്ഥലമാണ് ക്ലോക്ക് റൂം. ഇവിടെ നമ്മൾ വെച്ചതിന് ശേഷമാണ് മ്യൂസിയത്തിനുള്ളിലേക്ക് എൻട്രി ചെയ്യേണ്ടത്. മ്യൂസിയത്തിനുള്ളിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ചെക്കിംഗ് അതിഗംഭീരമാണ് ഇവിടുത്തെ. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ മ്യൂസിയത്തിനുള്ളിലോട്ട് കയറിയപ്പോൾ എൻ്റെ കണ്ണാദ്യം വന്നു നിന്നത് നമ്മുടെ ഈ നടുമുറ്റം പോലത്തെ, അതായത് മ്യൂസിയത്തിൻ്റെ സെൻറ്ററിലുള്ള ഈ ഗ്രൗണ്ടിലാണ്. വളരെ ഭംഗിയേറിയ ഗ്രൗണ്ട്. ഈ ചുമരിൻ്റെ മുകളിൽ അടിക്കുന്ന വെയിലും അതിലൂടെ നമ്മൾ ഈ ക്യാമറ കാണുമ്പോഴും നല്ലൊരു ഭംഗിയാണ്. കുറച്ചു നേരം ഞാൻ ഇവിടെ നിന്നു ഈ കാഴ്ചകളൊന്ന് ആസ്വദിച്ചു. പല ആംഗിളിലും ഞാൻ ക്യാമറ എടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി. കാരണം ഏത് സൈഡിൽ നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം തന്നെയായിരുന്നു. ഒരു വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകൾക്കോ ക്യാമറ ഇഷ്ടപ്പെടുന്ന ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകൾക്കോ ഏറ്റവും ബെസ്റ്റ് പ്ലേസാണ്. പക്ഷെ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ സാധിക്കില്ല, അവിടെ അവർ അടച്ചിട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറാം. ഇവിടെ ഒരു വിശാലമായൊരു പടി തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ ഓരോ പടിയും എണ്ണി കയറി നമുക്കൊരു ആകാംക്ഷയാണ് എന്താണ് മുകളിൽ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതും പഴയതുമായ മ്യൂസിയമാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ പടി കയറി കുറച്ച് തിരിയുമ്പോഴാണ് നമുക്ക്, ഞാൻ കാണിച്ചല്ലോ ആ ഒരു കോറിഡോറിനെ കണ്ടോ, ആ ഗ്രൗണ്ടിൻ്റെ ഒക്കെ ഒരു ചിത്രം എത്ര ഗംഭീരമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്നു. കുറച്ച് നേരം ആ സൗന്ദര്യം ഒപ്പിയെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ മുകളിലോട്ട് നടന്നു. ആളുകൾ ഞായറാഴ്ചയായ കാരണം കൊണ്ട് തന്നെ ആളുകൾ ഒരുവിധം കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. വലിയൊരു മ്യൂസിയം ആയതുകൊണ്ടാണ് നമുക്ക് ആളുകളുടെ എണ്ണം തിരക്ക് ഒന്നും മനസ്സിലാവാത്തത്. തൊട്ടു മുന്നിലായി വിക്ടോറിയ രാജ്ഞിയുടെ ഒരു പ്രതിമയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രതിമയെ വലം വെച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറാൻ. ഫസ്റ്റ് ഞാൻ കയറുന്നത് തന്നെ ബംഗാൾ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഗാലറിയിലേക്കാണ്. ഈ തൊട്ടു മുന്നിലേക്ക് കാണുന്നതാണ് ബംഗാൾ പെയിൻറ്റിങ് ഗാലറി. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് ഗാലറിക്കുള്ളിലേക്ക് പോകാം. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ബംഗാൾ പെയിൻറ്റിങ്. അപ്പോൾ നമുക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ചില സ്ഥലങ്ങളിലൊന്നും ക്യാമറയ്ക്ക് ഫോട്ടോഗ്രാഫിക്ക് 50 രൂപയാണ് ഫോൺ ക്യാമറയ്ക്ക്. അത് ചില സ്ഥലങ്ങളിലൊന്നും അവർ സമ്മതിക്കില്ല, ചില സ്ഥലങ്ങളിൽ സമ്മതിക്കും. ഇവിടെ നമ്മളിപ്പോൾ പെയിൻറ്റിങ് ഗാലറിയിലാണ് എത്തിയിട്ടുള്ളത്. അതിഗംഭീരമായിട്ടാണ് ഇവരവനെ ഒരു നിർത്തി അടിപൊളി പെയിൻറ്റിങ്ങും നല്ല ലൈറ്റും എല്ലാം തന്ന് അടിപൊളിയായിട്ടാണ് അവർ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോരോ ഇതൊന്നും നമ്മുടെ മൈനയാട്ടോ. എൻ്റെ തൊട്ട് താഴെ മൈന എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ബംഗാളിലാണോ ഇംഗ്ലീഷിലും മൈന എന്നാണോ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ടാണ് ജസ്റ്റ് സൂം ചെയ്തെടുത്തത്. ഫുള്ളായിട്ട് ഫോട്ടോസ് അടിപൊളിയായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് നേരം ഗാലറികളൊക്കെ കാണാം, ഫോട്ടോസ് കാണാം, പിക്ചർ കാണാം. ഇത് കണ്ടു എല്ലാം നമുക്ക് തോന്നും ചെറിയൊരു പിക്ചറാണ്. പക്ഷേ പണ്ട് കാലത്ത് തന്നെ ഇവർ നിർമ്മിച്ചത് എന്തുകൊണ്ടായിരിക്കും ഇവർ വരച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഒരു കൗതുകം തന്നെയാണിത്. ഒരുപാട് പേര് ഇവിടെ ചിത്രങ്ങൾ കാണാൻ വരുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടോ, ഇത് 3 ലേഡീസാണ്. ഈ ചിത്രത്തിൻ്റെ പേര് 3 ലേഡീസ് എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് അന്ധരായ നമ്മുടെ സന്ദർശകരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയാണ് ഇതിൻ്റെ പ്രതിബിംബം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ ടച്ച് ചെയ്തിട്ട് എന്താണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ചിത്രത്തിന് തൊട്ട് താഴെ വേറൊരു പിക്ചർ കാണുന്നത്. ജസ്റ്റ് അവരെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്താണ് 3 ലേഡീസ് ആണോ എന്താ എന്ന് ഈ അന്ധരായ നമ്മുടെ കാഴ്ചക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു തോന്നിട്ടോ. അപ്പോൾ നമ്മൾ ചിത്രങ്ങളെല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോഴും വിശാലമായ ഈ വരാന്ത തന്നെയാണ് നമ്മളെ വീണ്ടും കൊതിപ്പിക്കുന്നത്. കുറച്ചു നേരം പതിയെ നമ്മളിങ്ങനെ വരാന്തയിലൂടെ ക്യാമറ കൊണ്ടുപോയി നടന്നു. കാരണം എടുത്താലും നമുക്ക് മതി വരില്ല. ആദ്യം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നാണ് വീഡിയോ എടുത്തതെങ്കിൽ മുകളിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വേറൊരു വൈബാണ് ഇവിടെ കിട്ടുന്നത്. കണ്ടോ എന്ത് രസമാണ് കണ്ടോ. ഇതെല്ലാം നിർമ്മിച്ചത് തന്നെ ഒരു അതിഗംഭീരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്.
കാരണം ഇത് പാർക്ക് സ്ട്രീറ്റ്, കൊൽക്കത്തയുടെ പാർക്ക് സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഗാലറിയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ പോകുന്ന ഗാലറി ഈജിപ്ഷ്യൻ മമ്മികളൊക്കെ നിലനിൽക്കുന്ന ഒരു ഗാലറിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അനുവദിക്കില്ല, ഫോട്ടോഗ്രാഫിയോ വീഡിയോയോ ഒന്നും ഇവിടെ അനുവദിക്കില്ല. ഇവിടെ കണ്ടു ഈജിപ്ഷ്യൻ മമ്മി എന്ന് എഴുതിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ മമ്മി ഹിസ്റ്ററി ആൻഡ് ഇന്ത്യൻ മ്യൂസിയം. ഇവിടെയാണ് 4000 വർഷം പഴക്കമുള്ള മമ്മികൾ നിലനിൽക്കുന്നത്. തൊട്ടുള്ളിലായിട്ടാണ്. കാരണം ഈജിപ്തിൽ പിരമിഡിൻ്റെ ഒരു ഡെമോയൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഉള്ളിൽ ക്യാമറ കൊണ്ട് സാധിക്കില്ല. ഇതാട്ടോ ഉള്ളിലത്തെ ഒരു ഈജിപ്ഷ്യൻ ഈ മമ്മികളാണ് 4000 വർഷം പഴക്കമുള്ള മമ്മികൾ. ഇതെനിക്ക് ഗൂഗിളിൽ നിന്നാണ് ഈ ഫോട്ടോ കിട്ടിയത്. കാരണം ഞാൻ പറഞ്ഞല്ലോ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും ഇവിടെ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഗാലറി വിട്ട് നമ്മൾ വീണ്ടും നടന്നു. കാരണം നമ്മൾ നടക്കുന്തോറും ഓരോ സൈഡിലും ഓരോരോ ഗാലറികളാണ്. അതുകൂടാതെ തന്നെ വരാന്തയിൽ ഇങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങളും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അടുത്തതായി പോകുന്നത് സുവോളജിക്കൽ ഗാലറി. അപ്പോൾ അതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ടുള്ളത് ബേർഡ് ഗാലറിയാണ്. കാരണം ഓരോരോ സ്ഥലത്ത് ചതുപ്പ് നിലങ്ങളിലാണോ എവിടെയാണോ ഓരോ സ്ഥലത്ത് ജീവിക്കുന്ന പക്ഷികളെയാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടു. ശരിക്കും നമ്മളൊരു കാഴ്ച ബംഗ്ലാവിൽ പോയിട്ട് നമ്മൾ ജീവനുള്ള പക്ഷികളെ കാണില്ലേ, അതേപോലെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അത്രയ്ക്കും പെർഫെക്ഷനാണ് ഇവിടെ ഉള്ളത്. കണ്ടു. ഇത് ശരിക്കും ഒരു ഡക്ക്, താറാവന്യത്. കാരണം ഈ സ്കിന്നും ഇതൊക്കെ ശരിക്കും ഒറിജിനൽ ആട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പഞ്ഞിയോ മറ്റും വെച്ചിട്ട് അവർ ഒരു ഡെമോ ആക്കി വെച്ചിരിക്കുകയാണ്. ബാക്കി ബോഡിയൊക്കെ കറക്റ്റായിട്ട് ശരിക്കുള്ള ഒറിജിനൽ പക്ഷിയുടെ ബോഡിയാണ്. ഇത് കണ്ടു. കഴുകന്മാരൊക്കെ അവരുടെ കൂടുകൾ, ഒരു മാനിനെ അവർ കൊത്തി തിന്നുകയാണ്. അതാണ് ഇവർ കാണിക്കുന്നത്. കാരണം ഓരോരോ സ്ഥലത്തും അവിടുത്തെ ഒരിതാണ് അവരെന്താണ്. കാരണം എല്ലാം നമുക്ക് അവിടെ താഴെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ബേർഡ്സ്. നമ്മുടെ മലമുഴക്കി വേഴാമ്പലാട്ടോ കേരളത്തിൻ്റെ ആ സൈഡിലായിട്ട് കാണുന്നത്. ഓരോ സ്റ്റേറ്റിലത്തെ പക്ഷികളും ഒക്കെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള നമുക്ക് പിക്ചേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാം തന്നെ ഞാൻ എടുത്തിട്ടില്ല. ചിലത് നമുക്ക് ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്, എനിക്കിഷ്ടപ്പെടുന്നതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡിസേർട്ട്, മരുഭൂമിയിലുള്ള ഇത്. ഇതാ നമ്മുടെ ഒട്ടകപ്പക്ഷി ഇരിക്കുന്നു. ഒട്ടകപ്പക്ഷിയുടെ കുട്ടിയുണ്ട്, 2 ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, ഡിസേർട്ടിലുള്ള സംഭവങ്ങൾ. ഇത് ഇപ്പുറത്തായിട്ട് ഒരു ഇതാട്ടോ, ഇത് നമ്മുടെ റെപ്റ്റൈൽസ് ആണ്. റെപ്റ്റൈൽസിൻ്റെ ഒരു ചെറിയൊരു ഇത്. കാരണം ഇത് ഒരു ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയില്ല ക്യാമറയിൽ, അതുകൊണ്ട് ഞാൻ അധികമായിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോസ് എടുത്തില്ല. നമ്മുടെ കണ്ടോ ഇവിടെ എന്തൊക്കെ ഒരു പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധിക നേരം ഞാൻ ഇവിടെ നിന്നില്ല. കാരണം എന്തോ ജസ്റ്റ് ഒരു റിപ്പയർ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം, അടുത്ത ഗാലറിയിലേക്ക് പോകാം. കാരണം ഗാലറി ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് ഇങ്ങനെ ഫുള്ള് ഗാലറികളാണ്. ഇത് ഫിഷ് ഗാലറി. ഇനി നമുക്ക് മത്സ്യത്തിൻ്റെ ഗാലറിയിലേക്ക് പോകാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഈ മ്യൂസിയം കണ്ടു തീർക്കാൻ പറ്റില്ല. ഇപ്പോൾ നന്നായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ 2-3 ദിവസം വേണ്ടി വരും ഈ മ്യൂസിയത്തിലേക്ക് എത്താൻ. കണ്ടു. ഇത് കറക്റ്റായിട്ടൊരു ഒറിജിനൽ ബോഡിയാണത്. അത് നമ്മൾ ഡെമോയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച് അങ്ങനെയല്ല, ഒറിജിനൽ ബോഡിയാണ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അവർ നിറച്ച് വെച്ച് പഞ്ഞികളും മറ്റും നിറച്ച് വെച്ചിട്ട് അവർ ജസ്റ്റ് വെച്ചിരിക്കുകയാണ്. ഫുഡ് ഫിഷ്, നമ്മുടെ ഫുഡ്, നമ്മൾ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഫുഡ്, അയിലയും മത്തിയും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അവർ എഴുതിയിട്ടുണ്ട്. കറക്റ്റായിട്ട് സൂം ചെയ്ത് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എത്തിയത് ഒരു ടെക്സ്റ്റൈൽസ്. ആദ്യം ഞാൻ വിചാരിച്ചൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് പോലെയാണ്, ഒരു ഷോപ്പ് ഉണ്ടല്ലോ ടെക്സ്റ്റൈൽസ് കടകൾ പോലെയാണ്. പക്ഷേ ഇവിടെ കാണുന്ന തുണികളുടെയൊക്കെ ഞാൻ ഉണ്ടാക്കിയ ടൈമും ഇതെല്ലാം ഞെട്ടിപ്പോയിട്ട് കണ്ടപ്പോൾ 19th സെഞ്ച്വറിയിലുള്ള ഡ്രസ്സുകളാണ്, അന്നത്തെ ആളുകൾ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സുകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. കാരണം ഇത് കുറേ അങ്ങ് ദൂരെ വരെ കിടക്കുന്നുണ്ട്. ശരിക്കും നമ്മളൊരു വലിയൊരു ടെക്സ്റ്റൈൽസിൽ പോയ പോലെ തന്നെയാണ് നമുക്ക് തോന്നുക. അപ്പം ഞാൻ ഒന്നും കൂടി നോക്കി, കാരണം 19th സെഞ്ച്വറി ആണോ എന്ന്. ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും. 19th സെഞ്ച്വറിയിലുള്ള വസ്ത്രങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ശരിക്കും ഒരു ചെറിയൊരു വസ്ത്രമാണ്, പക്ഷേ എത്രയോ വില മതിക്കാനാവാത്ത വസ്ത്രങ്ങളാണെന്നാണ് ഞാൻ ചിന്തിച്ചത് ആ ടൈമിൽ. ഇങ്ങനെ പലതായി ഓരോ സൈഡിലും ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനുള്ളിലൂടെ പതുക്കെ നടക്കാം. നടന്നതാ നമ്മളിതാ ഇവിടെ എത്തിയിട്ടോ. ഒരു കണ്ടോ, ബുദ്ധൻ്റെ ഒരു പ്രതിമയാണ്. തൊട്ടിപ്പുറത്തായിട്ട് കണ്ടോ നമ്മുടെ ബുദ്ധക്ഷേത്രം അവർ ജസ്റ്റ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കവാടമൊക്കെ
ശരിക്കും ഇത് ഒറിജിനലാണ്, നിർമ്മിച്ചതല്ല, ഒറിജിനലാണ്. ഒരു കവാടും ഇതൊക്കെ ആയിട്ട് അവിടെ കുറേ ആളുകളൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ആന കണ്ടു, ആനയുടെ മുകളിൽ. ഇതിൻ്റെ എന്താണ് ഇവർ എന്താ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞൊരു ആനയുടെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് ചെമ്പോ പിച്ചളോ കൊണ്ട് പറ്റി ഉണ്ടാക്കിയത് കേട്ടോ. എന്തായിരിക്കുന്നു ബുദ്ധക്ഷേത്രം കറക്റ്റായിട്ട് അവർ നിർമ്മിച്ചിരിക്കുന്നു. നല്ല രസത്തിലാട്ടോ അവർ ഇതാക്കിയത്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് ഇതാ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു വാതിലാണ് തോന്നുന്നു. അത് അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു വാതിലാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ വാളും പരിചയമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും കൊല്ലം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചപ്പോഴും കണ്ടപ്പോഴും 19th സെഞ്ച്വറിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെ. ഇത് കണ്ടു, പഴയ നമ്മുടെ ചൂതാട്ടം, ഇപ്പുറത്ത് നമ്മുടെ ഇത് അവിടെ വൈനൊക്കെ ഒഴിക്കാനുള്ള ഗ്ലാസ്സുകൾ, ഇതൊക്കെ നമുക്കിവിടെ കാണാം. പണ്ടത്തെ വലിയ വലിയ ആളുകളുടെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഗ്ലാസ്സിലായിട്ട് കാണുന്നത്. ഇതാ കൃഷ്ണൻ്റെ തേര് ഓടി ഇതാക്കുന്നു. അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ നിർമ്മിതി വഴി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഉണ്ടാക്കിയ പഴയതാണ് കാണിക്കുന്നത്. ഒരു കൃഷ്ണൻ്റെ വിഷ്ണു. ഇത് മൊത്തമായിട്ടൊരു മരത്തിൽ വരച്ചതാട്ടോ. അവിടെ എഴുതിയിട്ടുണ്ട് അവർ. അതായത് ഫുള്ളായിട്ട് വുഡൻ പെയിൻറ്റിംഗ് ആണിത്. തൊട്ടിപ്പുറത്തായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നടരാജ വിഗ്രഹം ഇതായിരിക്കുന്നു. കാരണം നമ്മളൊക്കെ വിചാരിക്കും ഒന്ന് വീട്ടിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വീടിന് ഉമ്മർത്തൊക്കെ വെക്കാൻ പറ്റിയ നടരാജ വിഗ്രഹം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ മൊത്തമായി വിഗ്രഹങ്ങളാട്ടോ. കാരണം ഒരു സൈഡ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, തുണികളാണെങ്കിൽ ഒരു സൈഡ് ഫുള്ള് വിഗ്രഹങ്ങൾ, പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ദുർഗാദേവിയാണിത്. കാരണം ബംഗാളിലെ ഏറ്റവും എല്ലാവിടെയും ദുർഗാദേവിക്ക് പേര് കേട്ട സ്ഥലമാണല്ലോ ബംഗാൾ, അതായത് കൊൽക്കത്ത. അപ്പോൾ അവിടെ കാണും സുവോളജിക്കൽ ഗാലറി. അടുത്ത മാമൽസ്. അപ്പോൾ നമ്മളെ പോലത്തുള്ള മനുഷ്യന്മാരും ഒരു മാമൽസ് ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്തായി സുവോളജിക്കൽ ഗാലറിയിൽ നമുക്ക് കയറാം. തൊട്ട് കയറുമ്പോൾ തന്നെ വലിയൊരു ഗാലറി ആട്ടോ. ഞാൻ ഒരു സൈഡിൽ നിന്ന് തന്നെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. വലിയൊരു ഗാലറിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഇത് കണ്ടു തീർക്കാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ ഇത് നമ്മുടെ കുരങ്ങനിൽ നിന്നും മനുഷ്യരിലേക്ക്, ഇപ്പോഴുള്ള മനുഷ്യനിലേക്ക് വന്ന ഒരു പരിണാമം അവർ കറക്റ്റായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഇതാട്ടോ, ഇതാ നമ്മുടെ പൂർവികർ അങ്ങനെ വരുന്നു എല്ലാ രീതിയിലും. കാരണം മനുഷ്യൻ്റെ ആയാലും ബാക്കി വേറെ സിംഹങ്ങളായാലും ഏത് മൃഗങ്ങളായാലും അതിൻ്റെ ആദ്യത്തെ പരിണാമം മൊത്തമായി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബ്ലൂ വെയിൽ നീലത്തിമിംഗലത്തിൻ്റെ നട്ടലാണ് മുകളിൽ കാണുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് ആനയുടെ ഫോസിൽസ്. ഇത് തോന്നുന്നത് പിടിയാനെ തോന്നുന്നു കേട്ടോ. ഇതാണ് ആന, കൊമ്പൻ. അതിൻ്റെയൊക്കെ ഫോസിൽസൊക്കെ അവർ കാണിക്കുന്നുണ്ട്. ഒന്ന് കണ്ടപ്പോൾ ബ്ലൂ വെയിലിൻ്റെ നട്ടയിലല്ലോ വെർട്ടിബ്ര, അത് നമ്മുടെ ആനയെക്കാട്ടിലും കുറച്ച് വലിപ്പമുള്ള പോലെ എനിക്ക് തോന്നി കണ്ടപ്പോൾ. ഇതാണ് കേട്ടോ കറക്റ്റ്. ഫുൾ അങ്ങ് ദൂരെ വരെയാണ് ഫോസിൽസിൻ്റെ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സൈഡ് ഫുള്ള് ഫോസിലും ഫുള്ളായിട്ട്. തൊട്ടിപ്പുറത്തായി ഇതാ നമ്മുടെ നട്ടലുള്ള ജീവികളുടെ, അതായത് മനുഷ്യനും ഒരു നട്ടലുള്ള ജീവിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഗാലറിയാണിത്. ഞാൻ അധികം ഇതിനുള്ളിലൂടെ കാണിക്കാൻ നിന്നില്ല. കാരണം കുറേ നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ, വീഡിയോസ് എടുക്കുമ്പോൾ അത് നല്ലതല്ലാതെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. പിന്നെ അടുത്തതായി ബോട്ടണിക്കൽ ഗാലറി. നമ്മുടെ സസ്യങ്ങൾ, നമ്മുടെ നെല്ല്, അരി സംഭവങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ചുക്ക്, എല്ലാ കാര്യങ്ങളും അതെങ്ങനെയാണ് നിർമ്മിച്ചത്, അതിൻ്റെ കൾട്ടിവേഷൻ സംഭവങ്ങളെ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ കണ്ടോ അവരുണ്ടാക്കിയ മത്തങ്ങയും കുമ്പളങ്ങയും അതിൻ്റെയൊക്കെ ഒരു ഇതാ നെല്ല്. ഇത് പലതരത്തിലുള്ള നെല്ലുകളാണ്. മുകളിൽ റൈസിൻ്റെ സംഭവം എഴുതിയിട്ട് പലതരത്തിലുള്ള നെല്ല്, നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ തരം നെല്ല് കിട്ടുന്നോ എല്ലാം ഇവിടെ അവർ കറക്റ്റായിട്ട് ലാബിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇതും ഒരു വലിയൊരു ഗാലറി തന്നെ കേട്ടോ. വലിയൊരു ഗാലറിയാണ്. പിന്നെ ഇതാ ഏറ്റവും വലിയ നമ്മുടെ പഴക്കൊല കണ്ടോ, മുസ ആ സംഭവം കണ്ടോ, അതാണ് ആ പഴക്കൊലയുടെ കൂമ്പാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടുന്ന് ലാസ്റ്റ് വരെയുണ്ട്. ഇത് നമ്മൾ ഞാൻ നമ്മുടെ ഒരു മലയാളം യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നടന്നു നീങ്ങാം. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളക്കാർക്ക് പിന്നെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് ഫോസിൽ ഗാലറി കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഫോസിൽ ഗാലറിയിലേക്ക് കയറി ചെല്ലാം. ഇതും ഒരു വലിയ ഗാലറിയാണ്. ഞാൻ പറഞ്ഞല്ലോ 6 സെക്ഷനിലായിട്ട് 35 ഗാലറിയാണ് നമുക്കുള്ളത്. ഒരു മാനിൻ്റെയൊക്കെ, ഒരു കലമാൻ്റെയൊക്കെ ഒരു ഫോസിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് കണ്ടോ, പഴയത് എത്രയോ കോടാനുകോടി നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഓരോരോ നമ്മൾ
ഓരോ കല്ലിൻ്റെ ഇതിലും അങ്ങനെ മാറി 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 വരുന്ന ഫോസിൽസാണ് ഇതൊക്കെ. നമുക്ക് ആദ്യം ഒരു പെട്ടെന്നൊരാൾ കാണുമ്പോൾ വിചാരിക്കും എന്തിനാണ് ഇവർ ഈ കല്ല് ഇവിടെ വെച്ചിരിക്കുന്നത്. ശരിക്കും കല്ലല്ല, ഫോസിലിൻ്റെ ഓരോരോ സ്റ്റേജുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ പ്ലാന്റ് ഫോസിൽ കണ്ടോ, ഏതോ ഒരു പ്ലാന്റിൻ്റെ ഫോസിലാണ് നമുക്കിൽ കാണാൻ പറ്റും. ഈ കല്ലിൻ്റെ മുകളിലായിട്ട് കണ്ടോ ഒരു ഫോസിൽ. ഇതാണ് ഫോസിലിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഗാലറി. അപ്പോൾ ഞാൻ ആ ഗാലറിയിൽ നിന്ന് പതുക്കെ താഴേക്ക് ഇറങ്ങി. ഇനി നമുക്ക് അടുത്ത കാഴ്ച എന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ റോക്ക് ആൻഡ് മിനറൽസ് ഇതുണ്ട്, റോക്കാട്ടോ ഇരിക്കുന്നത്, വലിയൊരു ഇത്. അപ്പോൾ ഇതിനുള്ളിൽ മൊത്തമായിട്ട് ആ സംഭവങ്ങളാണ്. ഇത് കണ്ടോ ഇരിക്കുന്നുണ്ട്. എത്രയോ കോടാനുകോടി എത്രയോ പഴക്കമുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്കും പഴക്കമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉള്ളു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി നമുക്കിതാ വീണ്ടും നമ്മുടെ കോറിഡോറിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടോ പല രീതിയിലുള്ള ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കുറേ പേരൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അർത്ഥമാക്കുന്നത്. കാരണം ഒരു ഹിസ്റ്ററി പഠിച്ചൊരു ആൾക്കാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഹോട്ടലുണ്ട് ഉള്ളിൽ തന്നെ. നമ്മൾ അവിടേക്കൊന്നും നീങ്ങിയില്ല. അപ്പോൾ നമ്മൾ വീണ്ടും നേരെ നടക്കാൻ തുടങ്ങി. ഇവിടെ ഷോപ്പ് ഉണ്ട് കേട്ടോ, കണ്ടോ. നമുക്ക് മ്യൂസിയത്തിലുള്ള പല പഴയ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഷോപ്പുണ്ട്. ഞാൻ എത്രയും വില ചോദിച്ചില്ല, കാരണം വില നല്ല വിലയായിരിക്കും. പഴയ സാധനങ്ങൾക്കും അതിൻ്റെ ഡെമോയ്ക്കും നല്ല വിലയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വിലയൊന്നും ചോദിച്ചില്ല. പതുക്കെ ഞാൻ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. എന്നാലും എനിക്കൊരു മ്യൂസിയം കണ്ടപ്പോൾ എന്തായാലും നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെ അല്ലല്ലോ, വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ എനിക്കൊരു ഒരു ആശ്വാസവും ഒരു സന്തോഷവും മനസ്സിന് തോന്നി. എന്തായാലും നല്ലൊരു ഇന്ത്യൻ മ്യൂസിയം, അതായത് ലോകത്തിലെ തന്നെ 9ാമത്തെ ഏറ്റവും ഒരു പഴയ മ്യൂസിയം അത് കണ്ടു എന്നൊരു എൻ്റെ ആഗ്രഹം സാധിച്ചു. ഒരു സന്തോഷമായി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ. തൊട്ട് മുന്നിലായിട്ട് തന്നെ നമുക്ക് പാർക്ക് സ്ട്രീറ്റാണ് കേട്ടോ. അവിടെ നമുക്ക് എന്ത് സാധനങ്ങളും നമുക്ക് മേടിക്കാൻ കിട്ടും, അതായത് വില കുറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.